ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ എൻ്റെ ഒരു മോർണിംഗ് സ്കിൻ കെയർ റൂട്ടീൻ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ ആഗതിയായിരിക്കുന്നത്. മോർണിംഗ് സ്കിൻ കെയർ ഇതിന് സ്പെഷ്യലി ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുന്നത് ഡ്രൈ സ്കിന്നുകാർക്കാണ്. കാരണം ഞാനൊരു നല്ല കട്ട ഡ്രൈ സ്കിന്നുകാരിയാണ്. അപ്പോൾ എൻ്റെ ഒരു ഡ്രൈ സ്കിന്നിനെ ഞാൻ പ്രൊട്ടക്റ്റ് ചെയ്ത് നിൽക്കുന്നത് ചില കുഞ്ഞു ഒരുപാട് സ്കിൻ കെയർ ഇല്ല, എന്നാലും കുഞ്ഞു സ്കിൻ കെയർ കൊണ്ടാണ്. അതിനകത്ത് ആദ്യത്തെ ഞാൻ ചെയ്യുന്ന ഒരു കാര്യം ഐസ് ക്യൂബ് എടുത്തിട്ട് എൻ്റെ മുഖത്ത് നന്നായിട്ട് അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. ഇത് പ്ലെയിനാണ്, സാധാരണ നമ്മൾ വാട്ടർ ക്യൂബാക്കി വെച്ചിരിക്കുന്നതാണ്. അതിങ്ങനെ ഞാൻ നന്നായിട്ട് എൻ്റെ ഫേസിൽ അപ്ലൈ ചെയ്യും. ഇത് അപ്ലൈ ചെയ്യുമ്പം ശരിക്കും നമ്മുടെ മുഖത്തിന് നല്ലപോലെ സ്കിൻ ടൈറ്റൻ ആകും. അതുപോലെ തന്നെ മുഖത്തിനൊരു മോയ്സ്ചർ എഫക്റ്റ് നമുക്ക് ഫീൽ ചെയ്യും. ഇപ്പം ഡാർക്ക് സർക്കിളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ കുറയും എന്നൊക്കെയാണ്, പോഴ്സൊക്കെ ക്ലോസ് ചെയ്യും എന്നൊക്കെയാണ് പറയുന്നത്. പിന്നെ അത് ഞാൻ നോട്ടീസ് ചെയ്തിട്ടില്ല. പക്ഷേ ഒരു കാര്യത്തിൽ ഉറപ്പാണ്, ഡ്രൈ സ്കിന്നിന് നല്ല മാറ്റം ഉണ്ടാവും. പ്രത്യേകിച്ച് ലിപ്പിൻ്റെയൊക്കെ ഡ്രൈനസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ മാറിക്കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ സ്കിന്നിൻ്റെ ഡ്രൈനസ് ഒക്കെ വരാൻ സമയമാകുമ്പോഴത്തേക്കും, ഡ്രൈനസ് കൂടുന്ന സമയത്താണ് ഞാൻ ഈ ഒരു ഐസ് ക്യൂബ് എൻ്റെ ഫേസിൽ ഞാൻ അപ്ലൈ ചെയ്യാറ്. അല്ലാത്ത സമയത്ത് ഞാൻ എപ്പോഴും ഞാൻ ഈ ഐസ് ക്യൂബ് ഞാൻ എടുത്ത് ചെയ്യാറില്ല. പക്ഷേ ഡ്രൈനസ് കൂടുതൽ സമയത്ത് ചെയ്യാറുണ്ട്. അപ്പോൾ ഞാനൊരു 2 ക്യൂബൊക്കെ എടുത്തിട്ടാണ് ഞാൻ അപ്ലൈ ചെയ്യുന്നത്. ഇത് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും എൻ്റെ മുഖത്തിന് തന്നെ ഒരു പ്രത്യേക സോഫ്റ്റ്നെസ്സും ഒരു പ്രത്യേക സുഖവും, കണ്ണിനും അതുപോലെ തലവേദനയൊക്കെ ഉള്ള സമയത്ത് ഞാൻ ഈ ഐസ് ക്യൂബ് എടുത്ത് എൻ്റെ മുഖത്ത് ഞാൻ അപ്ലൈ ചെയ്യും കേട്ടോ. അപ്പോൾ ഒക്കെ എനിക്ക് തലവേദന വരെ മാറുവേ. അപ്പം വൈപ്പെല്ലാം ചെയ്ത് കഴിഞ്ഞു. ഒരുപാട് ഉരച്ചങ്ങ് വൈപ്പ് ചെയ്യരുത്, ജസ്റ്റ് ഒന്ന് വൈപ്പ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ടച്ച് ചെയ്തങ്ങ് വൈപ്പ് ചെയ്താൽ മതി. അപ്പം മുഖത്തിന് തന്നെ നമുക്ക് തൊടുമ്പം ആ ഒരു തണുപ്പുണ്ടല്ലോ, ഐസ് ക്യൂബ് അല്ലേ, അപ്പോൾ ആ ഒരു തണുപ്പ് നന്നായിട്ട് നമ്മുടെ മുഖത്തിന് നല്ല ഫീൽ ചെയ്യും, നല്ല സോഫ്റ്റായിട്ട് ഇരിക്കുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അപ്പം ഐസ് ക്യൂബിൻ്റെ പരിപാടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഞാൻ ലിപ് ബാമിലോട്ട് ഇറങ്ങുവാണ്. ലിപ് ബാം എന്ന് പറയുമ്പം എൻ്റെ ഡ്രൈ ലിപ്പിനെ നന്നായിട്ട് ഡ്രൈ ലിപ്പ് മാറാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഒരു ലിപ് ബാമാണ് ഈ ഒരു ജസ്റ്റ് ഹെർബ്സിൻ്റെ ഈ ഒരു ലിപ് ബാം കേട്ടോ. ടിൻഡഡ് ആണ്. ഞാൻ തന്നെ ഇതിന് റിവ്യൂ നിങ്ങൾക്ക് ഞാൻ ചെയ്ത് തന്നിട്ടുണ്ട്. സ്റ്റിൽ ഞാൻ ഈ ഒരു സംഭവം തന്നെയാട്ടോ ഉപയോഗിക്കുന്നത്. കാരണം ഞാൻ അത്രയും സാറ്റിസ്ഫൈഡ് ആണ് ഈ ഒരു ടിൻഡഡ് ലിപ് ബാമുമായിട്ട്. ലിപ്പിനോടുള്ള കലാപരിപാടി തീർന്നു കഴിഞ്ഞാൽ പിന്നെ മോയ്സ്ചറൈസറിലോട്ട് ഇറങ്ങുമല്ലോ. മോയ്സ്ചറൈസർ നമുക്ക് നിർബന്ധമാണ്. അപ്പോൾ ഡ്രൈ സ്കിന്നുകാർക്ക് പ്രത്യേകിച്ച് നിർബന്ധമാണ്. മോയ്സ്ചറൈസർ ഞാൻ ബയോട്ടിക്കിൻ്റെ തന്നെയാണ് ഇപ്പോഴും ഞാൻ യൂസ് ചെയ്യുന്നത്. എനിക്ക് അത്രയ്ക്കും ഇഷ്ടമാണ്. എൻ്റെ ഒരു ഡ്രൈ സ്കിന്നിനെ നന്നായി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട് ഈ ഒരു ബയോട്ടിക്കിൻ്റെ ബയോസാഫ്രോൺ മോയ്സ്ചറൈസർ കേട്ടോ. അപ്പം എല്ലാവർക്കും ഒരുപാട് റിസൾട്ട് കിട്ടുമെന്ന് എനിക്കറിയില്ല. പക്ഷേ എന്നെ സംബന്ധിച്ച് നല്ലൊരു ഡ്യൂയി, ഒരു ഗ്ലോസി ഒരു ഫിനിഷ് എൻ്റെ സ്കിന്നിനെ ഈ ഒരു നമ്മുടെ മോയ്സ്ചറൈസർ തരാറുണ്ട്. അടുത്തത് തന്നെ സൺസ്ക്രീനാണ്. സൺസ്ക്രീൻ തീർച്ചയായിട്ടും നിങ്ങൾ ഉപയോഗിക്കുക. പുറത്ത് പോകുമ്പോൾ മാത്രം നല്ല, വീട്ടിലുള്ളപ്പോൾ തന്നെ സൺസ്ക്രീൻ നമ്മൾ ഉപയോഗിക്കണം. കാരണം നമ്മുടെ വീട്ടിലൊക്കെ സൺലൈറ്റൊക്കെ അടിച്ച് കയറാറുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ സൺലൈറ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഭീകരമാട്ടോ. ഞാൻ ഡെയിലി ഇങ്ങനെ ജിമ്മിലോട്ടൊക്കെ പോകുമ്പോഴത്തേക്കും എൻ്റെ കൈയുടെ ഒക്കെ കളറ്, വാച്ച് കെട്ടുന്ന ഭാഗവും വാച്ച് കെട്ടാത്ത ഭാഗം തമ്മിലുള്ള കളർ മാറ്റം നിങ്ങൾ കണ്ടോ. സൺ ടാൻ അടിക്കുന്നത്. പക്ഷേ ഞാൻ കയ്യിലൊന്നും ആദ്യം അപ്ലൈ ചെയ്യുന്നുണ്ടായിരുന്നില്ല. ഇപ്പോൾ കയ്യിലും കൂടി ഇടാൻ തുടങ്ങിയപ്പോഴാണ് ഒന്ന് ഭേദപ്പെട്ട് വരുന്നത് കേട്ടോ. അപ്പോൾ ബയോട്ടിക്കിൻ്റെ തന്നെ സൺസ്ക്രീൻ ഞാൻ അപ്ലൈ ചെയ്യും. അപ്പോൾ നിങ്ങളും സൺസ്ക്രീൻ അപ്ലൈ ചെയ്യാം. അതിനുശേഷം നമ്മുടെ ഒരു ബോഡി ലോഷൻ ഞാനെടുത്ത് അപ്ലൈ ചെയ്തിട്ടുണ്ട്. കാരണം എൻ്റെ കൈയും കാലും ഒക്കെ ഡ്രൈ ആവുന്നതുകൊണ്ട് അതൊന്ന് മാറാൻ വേണ്ടിയിട്ടാണ് ഞാൻ ബോഡി ലോഷൻ അപ്ലൈ ചെയ്തത്. ഒരു ക്രീമാണ്, നമ്മുടെ ലിറ്റിൽ റൈച്ചൂൾസിൻ്റെ ഒരു ബോഡി ബട്ടറാണ് കേട്ടോ. നല്ലതാണ്. നമ്മുടെ കൈയൊക്കെ നല്ല സോഫ്റ്റായിട്ട് നല്ല ഭംഗിയായിട്ട് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബോഡി ബട്ടർ ബോഡി ലോഷൻ അപ്ലൈ ചെയ്തു, മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്തു, സൺസ്ക്രീനും അപ്ലൈ ചെയ്തു. കാണുന്നത്. അപ്പോൾ എല്ലാ പരിപാടിയും കഴിഞ്ഞു. സ്കിന്ന് നല്ല സോഫ്റ്റും കാര്യങ്ങളൊക്കെ ആയി. ഇപ്പോൾ അത്യാവശ്യം പീരീഡ്സ് ഒക്കെ ആവുന്നതിൻ്റെയാണ് കുഞ്ഞു പിമ്പിൾസൊക്കെ താഴെയൊക്കെ നിൽക്കുന്നുണ്ട്. പക്ഷെ അത് കുഴപ്പമില്ല. ഏറ്റവും സന്തോഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡയറ്റും വർക്കൗട്ടും കൊണ്ടൊക്കെ എൻ്റെ ജോലൈനൊക്കെ ഇപ്പോൾ ഞാൻ മര്യാദയ്ക്ക് കാണാൻ തുടങ്ങി എന്നുള്ളതാണ് കേട്ടോ. അതൊരു വലിയ സന്തോഷമാണ് നമുക്ക് ഇതുവരെ കാണാത്ത ആൾക്കാരെ കണ്ടു തുടങ്ങുമ്പോഴത്തേക്കും. ഓക്കെ, അപ്പോൾ എൻ്റെ ഇതൊരു മോർണിംഗ് സ്കിൻ കെയർ റൂട്ടീൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ ഡ്രൈ സ്കിൻ കൂട്ടുകാർക്ക് അയച്ചു കൊടുക്കുക. ടാറ്റാ, ബൈ ബൈ.